ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മീഷോയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തേക്കുന്ന കുറച്ച് കുർത്ത സെറ്റുകളുടെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ പർപ്പിൾ കളറിലുള്ള ഒരു കുർത്ത സെറ്റ് ആയിരുന്നു. ഇതിന്റെ റേറ്റ് വരുന്നത് 603 രൂപയാണ്. ഞാനിത് 584 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണോ ആ ഒരു ഇമേജിൽ കാണുന്നത് സെയിം അതുപോലെ തന്നെയാണുള്ളത്. പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് മീഡിയം സൈസ് ആണ്. ഇനി ഇതിന്റെ നെക്ക് വരുന്നത് ഫ്രണ്ടിൽ വി നെക്കും ബാക്കിൽ ഒരു കോളർ ടൈപ്പുമാണ് വരുന്നത്. അതേപോലെ ഇതിന്റെ സ്ലീവ് 3/4 സ്ലീവ് ആണ്. ഇനി ലെങ്ത് കാഫ് ലെങ്ത് ആണ്. അതേപോലെ സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വരുന്നത്. ഒരു വൈറ്റ് പർപ്പിൾ ബ്ലൂ പ്രിന്റഡ് ആയിട്ടുള്ള പാറ്റേണിലാണ് വരുന്നത്. ഇനി ഇതിന്റെ പാൻറ് വരുന്നതും സെയിം അതേപോലെ തന്നെ കോട്ടൺ മെറ്റീരിയലാണ്. ഒരു ബ്ലൂ ആൻഡ് പർപ്പിൾ പ്രിന്റഡിലാണ് വരുന്നത് ഫുള്ളി. അതേപോലെ ഇതിന്റെ ഷോൾ എന്ന് പറയുന്നത് പ്യുർ കോട്ടൺ ഷോൾ തന്നെയാണ്. സെയിം ആ ഒരു 3 പ്രിന്റിലാണ് വരുന്നത്. ബ്ലൂ പർപ്പിൾ വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്ലൂ കളർ കുർത്ത സെറ്റ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 834 രൂപയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ് വരുന്നത്. എങ്ങനെയാണോ ആ ഇമേജിലുള്ളത് അതുപോലെ തന്നെയുണ്ട്. മെറ്റീരിയൽ വരുന്നത് വിസ്കോസ് റയോൺ മെറ്റീരിയലാണ്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് മീഡിയം സൈസ് ആണ്. അവരൊരു ടാഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്ക് വരുന്നത് ഫ്രണ്ടിൽ വി നെക്കും ബാക്കിൽ ഒരു കോളർ ടൈപ്പും ആണ് വരുന്നത്. നെക്കിന്റെ ഭാഗത്തായിട്ട് മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡും സിൽവറും ചേർന്നിട്ടുള്ള ഒരു മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡ് ഭാഗത്തായിട്ടും സെയിം മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ലെങ്ത് വരുന്നത് കാഫ് ലെങ്ത് ആണ്. അതേപോലെ സൈഡ് സ്ലിറ്റ് ഇല്ല, ഒരു അനാർക്കലി പാറ്റേണിലാണ് വരുന്നത്. ഇനി ഇതിന്റെ പാൻറ് വരുന്നതും സെയിം വളരെ സിമ്പിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സെയിം ആ ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ് വരുന്നത്. ഇനി ഇതിന്റെ ഷോള് വരുന്നത് സെയിം ലൈറ്റ് ബ്ലൂ കളറാണ്. ചെറിയ പ്രിന്റഡ് പാറ്റേണിലാണ് വരുന്നത്. വളരെ സിമ്പിളും എലഗൻറ്റും ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റായിട്ട് എനിക്ക് തോന്നി. 834 രൂപയ്ക്ക് ഓക്കെ, അത്യാവശ്യം വർത്തായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വൈറ്റ് കളർ കുർത്ത സെറ്റ് ആണ്. ഒരുപാട് നാളായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിന്റെ റേറ്റ് ആദ്യ സമയത്ത് ഒരു 600-700 ആ ഒരു റേഞ്ച് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത് 515 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. വൈറ്റിൽ ഒരു പ്രിന്റഡ് പാറ്റേണിലാണ് വരുന്നത്. ഡെയിലി വെയർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് മീഡിയം സൈസ് ആണ്. ഇനി ഇതിന്റെ നെക്ക് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും റൗണ്ട് നെക്കാണ് വരുന്നത്. അതേപോലെ ഷോർട്ട് സ്ലീവ് ആണ്. സ്ലീവിലും അത്യാവശ്യം പ്രിന്റഡ് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ലെങ്ത് കാഫ് ലെങ്ത് ആണ്. സൈഡ് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. എൻഡ് ഭാഗത്തായിട്ട് ഇതേപോലെ പ്രിന്റഡ് ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് കൂടുതലും വരുന്നത്. അപ്പം ആ ഒരു ഇമേജിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ആസ് ഇമേജ് തന്നെയാണ്. പക്ഷെ ഹെവി വർക്കായിട്ട്, ഹെവി പ്രിന്റഡ് വർക്കായിട്ട് ആണ് തോന്നുന്നത്. അതായത് അനാവശ്യമായിട്ടുള്ള പ്രിന്റഡ് വർക്ക് ഒരുപാട് അങ്ങ് ഹെവി ആയി പോയിരിക്കുന്നു. ഈ പ്ലെയിൻ വൈറ്റ് കാണുന്നിടത്തും ചെറിയ രീതിയിൽ സിൽവർ സീക്വൻസ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൽ വർക്കില്ലാത്ത ഒരു ഭാഗം പോലും ഇല്ല. ഇനി ഇതിന്റെ പാൻറ് വരുന്നത് ഒരു പർപ്പിൾ കളറിലാണ് വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് വരുന്നത്. ഇനി ഷോള് വരുന്നതും സെയിം ആ ഒരു കുർത്ത പോലെ തന്നെയാണ്. ഹെവി വർക്കിലാണ് വരുന്നത്. ഷോൾ ഓക്കെയാണ്. വൈറ്റിൽ പ്രിന്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത്. എൻഡ് ഭാഗത്തായിട്ട് പിങ്ക് കളറും കൊടുത്തിട്ടുണ്ട്. വലിയ ഷോളാണ്. നീളമൊക്കെ ഉണ്ട്. അത്യാവശ്യം ഓക്കെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ബ്ലൂ കളർ കുർത്ത സെറ്റ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 590 രൂപയാണ്. ഇതും കുറെ നാളായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരുന്നായിരുന്നു. അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളറിലാണ് വരുന്നത്. നമുക്കിത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് മീഡിയം സൈസ് ആണ്. അതേപോലെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ മെറ്റീരിയൽ ആണ്. നെക്ക് വരുന്നത് ഫ്രണ്ടിൽ ബാക്കിൽ സെയിം റൗണ്ട് നെക്ക് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു ചെറിയ രീതിയിൽ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. കാഫ് ലെങ്തും ആണ്. സൈഡ് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്ട്രൈപ്പഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ സെയിം തന്നെ ഇതിന്റെ പാൻറ്റും ടോപ്പും സെയിം സ്ട്രൈപ്പഡ് ആയിട്ടുള്ള പാറ്റേണിലാണ് വരുന്നത്. ഇനി ഇതിന്റെ ഷോൾ വരുന്നത് എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു ഇമേജിൽ കണ്ടപ്പോൾ ഓർഗാൻസ മെറ്റീരിയലോ അല്ലെ മറ്റെന്തോ മെറ്റീരിയൽ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് സെയിം ഒരു റയോൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഒരു ബെഡ്ഷീറ്റ് പോലെയുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത്. ആ ഒരു ഷോൾ മാത്രം എക്സ്പെക്ട് ചെയ്ത പോലെ ഇല്ല. കുർത്ത ആൻഡ് പാൻറ് സെറ്റ് ഓക്കെയാണ്. ഈ ഒരു റേറ്റിന് ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ കുർത്ത സെറ്റ് ആണ്. 699 രൂപയ്ക്കാണ് ഇത് പർച്ചേസ് ചെയ്തത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഈ കുർത്ത അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് വർക്കിലാണ് വരുന്നത്. ഇത് റയോൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. പക്ഷെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ കോട്ടൺ പോലെയാണ് തോന്നുന്നത്. ചെറിയ രീതിയിൽ നിഴലടിക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് മീഡിയം സൈസ് ആണ്. നെക്ക് വരുന്നത് ഫ്രണ്ടിൽ വീനെക്കും ബാക്കിൽ റൗണ്ട് നെക്കും ആണ് വരുന്നത്. അതേപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് ഷോർട്ട് സ്ലീവ് ആണ്. ആ സ്ലീവിന്റെ എൻഡ് ഭാഗത്തായിട്ടും പ്രിന്റഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കാഫ് ലെങ്ത് ആണ്. സൈഡ് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. താഴോട്ടും ഇതേപോലെ അത്യാവശ്യം ചെറിയ രീതിയിൽ പ്രിന്റഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പാൻറ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ളൊരു ബ്ലാക്ക് പാൻ്റ് ആണ് വരുന്നത്. ഇതും അതേപോലെ റയോൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഇനി ഇതിന്റെ ഷോൾ വരുന്നത് സെയിം ആ ഒരു ടോപ്പ് പോലെ തന്നെയാണ്. ബ്ലാക്കിൽ പ്രിന്റഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്ലൂ കളർ കുർത്ത സെറ്റ് ആണ്. 736 രൂപയ്ക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഈ ഒരു റേറ്റിന് ഇത് വർത്ത് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ബ്ലൂയിൽ ഒരു പ്രിന്റഡ് പാറ്റേൺ വർക്കിലാണ് വരുന്നത്. അതേപോലെ ഞാൻ എടുത്തിരിക്കുന്ന സൈസ് മീഡിയം സൈസ് ആണ്. ഇനി ഇതിന്റെ നെക്ക് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും റൗണ്ട് നെക്ക് തന്നെയാണ് വരുന്നത്. നെക്കിന്റെ ഭാഗത്തായിട്ട് ഒരു 3 ഷെയ്ഡിലായിട്ടാണ് പ്രിന്റഡ് ആയിട്ടുള്ള പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. അതേപോലെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡ് ഭാഗത്തായിട്ടും പ്രിന്റഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എൻഡ് ഭാഗത്തോട്ട് പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. സൈഡ് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പാൻറ് വരുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. നമുക്ക് കുർത്ത വരുന്നത് ഒരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇനി ഇത് പാൻറ് പ്യുർ കോട്ടൺ ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത്. ഇനി ഇതിന്റെ ഷോൾ വരുന്നത് ഒരു പ്രിന്റഡ് പാറ്റേണിലാണ് വരുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത്. ഫുള്ളി വർക്കായിട്ടാണ് വരുന്നത്. ഈ ഒരു റേറ്റിന് ഇത് വർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പിക്ചറിൽ കണ്ടതിനേക്കാളും അത്ര എക്സ്പെക്ട് ചെയ്ത് അത്രയും ഉള്ളതായിട്ട് തോന്നിയില്ല. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.